നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ക്ലാസിക്കായിട്ട് ഈ വേൾഡ് കപ്പിൽ കാണുന്ന 5 പോരാട്ടങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഫ തന്നെ ഇത്തവണ വേൾഡ് കപ്പിന് ഏറ്റവും അധികം ടിക്കറ്റ് ഡിമാൻഡുള്ള മത്സരങ്ങൾ ഏതൊക്കെയാണ്, 5 മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് പുറത്തുവിട്ടിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ വേൾഡ് കപ്പിൽ വറിയിങ് ആയിട്ടുള്ള ടീമുകൾ, അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റത്തെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ടീമുകൾ, അവരുടെ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും അധികം ആശങ്ക, സംശയമൊക്കെ ഉള്ളത് ആർക്കാണ്? അങ്ങനെയുള്ള 5 ടീമുകളുടെ റാങ്കിങ്ങാണ് goal.com തയ്യാറാക്കിയിട്ടുള്ള റാങ്കിങ് ആണ്. അപ്പോൾ അതിൽ 5ാമത് ഈജിപ്റ്റാണ്. ഈജിപ്തിൻ്റെ മുന്നേറ്റം നമുക്കറിയാമല്ലോ. അത് ഒരാളെ ആശ്രയിച്ചാണ് പ്രധാനമായും, മുഹമ്മദ് സലായെ ആശ്രയിച്ച്. സല മികച്ച പ്രകടനമാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സല അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫോമിലല്ല. ലിവർപൂളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ കാര്യത്തിൽ ഒരല്പം സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആഫ്കോൺ ഇതാ വരാൻ പോകുന്നു. അപ്പോൾ ആഫ്കോണിലുള്ള അവരുടെ പെർഫോമൻസ് എങ്ങനെ എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ആത്മവിശ്വാസം. ഏതായാലും ഈ ഒരു റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് ഈജിപ്റ്റ് വരുമ്പോൾ 4ാം സ്ഥാനത്താണ് ക്രൊയേഷ്യ. ക്രൊയേഷ്യയെക്കുറിച്ച് എന്താ പറയേണ്ടത്? പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 94 വേൾഡ് കപ്പിന് ശേഷം ക്രൊയേഷ്യ, അതായത് ആ വേൾഡ് കപ്പിന് ശേഷമുള്ള വേൾഡ് കപ്പുകൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ക്രൊയേഷ്യ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചില ഘട്ടങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഡെവർ സൂക്കറിൻ്റെ കാലം, അതുപോലെ പിന്നെ 2018 അവർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുന്ന കാഴ്ച. കഴിഞ്ഞ തവണയും അവർ ബ്രസീലിനെയൊക്കെ പണി കൊടുത്ത് മുന്നോട്ട് പോയ കാഴ്ച. പക്ഷെ അതിലൊക്കെ ഒരാളുണ്ടായിരുന്നു അവർക്ക്. അയാളുടെ പ്രൈമിലായിരുന്നു അവരുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, ലൂക്ക മോഡ്രിച്ചാണ്. ആ ലൂക്ക മോഡ്രിച്ചിന് ഇപ്പോൾ 40 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം മുന്നോട്ട് പോകും, അവരൊരു ഓവർ പെർഫോമൻസ് ഒക്കെ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തവണ ഒരു മുന്നോട്ട് പോക്കുണ്ടാവുകയുള്ളൂ. സോ കൺസേൺഡ് എന്ന് പറയാവുന്നതിൽ അവരുടെ റാങ്കിങ് 4ആണ്. 3ാമത് മെക്സിക്കോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലായ്പ്പോഴും വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് മെക്സിക്കോയെക്കുറിച്ച് ഉണ്ടാവുക. ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവരുടെ നാട്ടിലാണ് കളി എന്നുള്ളത് കൊണ്ടുകൂടി ആരാധകർക്ക് അമിത പ്രതീക്ഷയുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ടാലൻ്റൊക്കെ പഴയ പോലെ ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഡ്രൈഡ് അപ്പായ പോലെയാണ്. റൗൾ ഹിമിനസ്, യുഗി ലൊസാനോ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവരവരുടെ നല്ല കാലം കടന്നുപോയവരാണ്. പിന്നെ ഉള്ളത് പുതിയ താരങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒരു ലിറ്റിൽ മിക്സ്ഡാണ് ഇപ്പോഴത്തെ അവരുടെ ഒരവസ്ഥ. അപ്പം ഗിൽബർട്ടോ മോറ, 17കാരനായിട്ടുള്ള താരം, അദ്ദേഹത്തിലാണ് അവരുടെ പ്രതീക്ഷകൾ അത്രയും. 17 വയസ്സേ ഉള്ളൂ. അവൻ വേണം ഇത്തവണ അവരുടെ ടീമിനെ തോളിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ. വേൾഡ് കപ്പ് പോലുള്ളൊരു വലിയ വേദിയിൽ, അതും സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ എന്താവും, എങ്ങനെയാവും അവൻ സമ്മർദ്ദങ്ങളെ ഹാൻഡിൽ ചെയ്യുക, അത് കാത്തിരുന്ന് കാണണം. 2ാമത് ബ്രസീലാണ്. ബ്രസീലിനും ആശങ്കയുണ്ട്, വറിയിങ് ആണ്. കാരണം ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ കഴിഞ്ഞിട്ടാണ് ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. പല കോച്ചുമാരെ മാറ്റി ഒടുവിൽ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ. പക്ഷേ നെയ്മർ ഉണ്ടെങ്കിൽ ടീം വേറെ ലെവലാവും, മറ്റു തലത്തിലേക്ക് പോകുമെന്നൊക്കെയുള്ള പ്രതീക്ഷ ആരാധകർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഒരു പിടിയും തരാതെ നിൽക്കുകയാണ് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ബ്രസീലിൻ്റെ ടാലൻറ്റിനെ കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ കളിക്കളത്തിലിറങ്ങുമ്പോൾ, ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഇപ്പം അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല വരുന്നത്. വിനി ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹം പഴയ ഫോമിലുണ്ടോ ഇപ്പോൾ? വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വിനിയുള്ളത്. അതേസമയം റാഫീഞ്ഞ മികച്ച ഫോമിലായിരുന്നു, പക്ഷേ പരിക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. സോ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്. നെയ്മറുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാം. കൺസേൺസ് ഉണ്ട്.
ഒന്നാമത് ബെൽജിയമാണ് ഈ ഒരു ലിസ്റ്റിൽ. ബെൽജിയം ഗോൾഡൻ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഹൈപ്പായിരുന്നു. 2018 യഥാർത്ഥത്തിൽ അവരുടെ ആ ഗോൾഡൻ ജനറേഷൻ്റെ പീക്ക്. അന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ KDBയും റൊമേലു ലുക്കാക്കുവും അതുപോലെ എഡർവീൽഡും ഇങ്ങനെയുള്ളവർ, തിബോട്ട് കോർട്ടുവയും ഒക്കെ അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. എദൻ ഹസാർഡ്, മൂസ ഡംബൽ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അവർ റിട്ടയർഡായി അല്ലെങ്കിൽ വളരെ ഓൾഡായി എന്നുള്ളതാണ് ആ ഗോൾഡൻ ജനറേഷൻ്റെ അവസ്ഥ. ഇപ്പോൾ ജെർമി ഡോക്കുവാണ് പുതിയ ജനറേഷനെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ആ പഴയ ഒരു പ്രതീക്ഷ അവർക്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. സോ ഏറെ കൺസേൺഡ് ആയിട്ടുള്ള ടീം ബെൽജിയമായിരിക്കും. ഇതാണ് ഈ ഒരു 5 ടീമുകളുടെ ഒരു റാങ്കിങ്. നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.